ഹായ് ഗായ്സ്, രാവിലെ തന്നെ എണീച്ച് നല്ല വിശപ്പോടെയാണ് എണീച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാത്തായിരുന്നു. പിന്നെ എല്ലപ്പം ഉമ്മമാരെല്ലാം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന്. ആദ്യം ഞാൻ മുട്ടയും പഴവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പഞ്ചാര ഇട്ടിട്ടൊരു സാധനം ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ വിചാരിച്ചാൽ. പിന്നെ വിചാരിച്ചത് വേണ്ടാന്ന് മടി കാരണം പിന്നെ ഞാൻ എന്താക്കി മുട്ട പുളിസേ അടിക്കാമെന്ന് വിചാരിച്ചു. നാടൻ മുട്ടയായിരുന്നു. എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ എൻ്റെ കൈമലെല്ലാം പറ്റിയിരിക്കുന്നു. എണ്ണ ഭയങ്കര വേദനയായിരുന്നു. എണ്ണ ഇങ്ങനെ തെറിക്കുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. പിന്നെ മുട്ടൻ്റെ മഞ്ഞ പൊട്ടിപ്പോയും അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ചായക്കും പഴത്തിനുമെല്ലാം. പിന്നെ ഉച്ചക്ക് നല്ല ചോറും കറിയും എല്ലാമായിരുന്നു. മൈ ഫേവറേറ്റ്. അതുകൊണ്ട് ഞാൻ നല്ലോണം തിന്നു. പിന്നെ ഞാൻ വൈകുന്നേരം കുറുവൈസ് തിന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം തന്നെ ഞാൻ ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് പ്രിപ്പയറായിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയിലും കുറച്ച് ഒനിയൻ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ മുളക് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ കഴിക്കുന്നേരം മുളക് ഇങ്ങനെ കടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എരിവാണ്. അതുകൊണ്ട് ഞാൻ എന്താക്കി കുരുമുളക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുരുമുളക് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഓംപ്ലേറ്റ് റെഡിയാകും. ഇനി അടുപ്പത്തും കൂടിയും വെച്ചാൽ മതി. പിന്നെ അതിന് ആവശ്യമായ കുറച്ച് ബ്രെഡ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ ഫില്ലിങ്ങിന്. അപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് നല്ല മുരിഞ്ഞ ബ്രെഡ് ആകുമ്പോഴത്തേക്കിന് നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പം മുട്ടയും കൂടി അതിൽ വെച്ച് അടിപൊളിയാണ്. അപ്പം മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ആ പാത്രത്തിൽ തന്നെ ഓയിൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ മുട്ടയും കൂടി ഒഴിക്കുന്നുണ്ട്. ഞാൻ 2 ഇതാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏതോ ലോകത്തായപ്പം ഫുള്ളങ്ങ് ഒഴിച്ചു പോയി. പിന്നെ ഇവിടെ ഒരു ബ്രെഡ് പപ്സും ഉണ്ടാക്കിയിട്ട് അതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഈ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കിയതിന് ടേസ്റ്റെല്ലാം ഉണ്ട് കേട്ടോ. എന്നിട്ട്